ഹായ് ഗൈസ്. ഞങ്ങളെ പുതിയ വീട് സുഹൃത്തിനെ ഇന്ന് ആദ്യം പരിചയപ്പെടുത്തരാന്തോ. ഗൗതം മേനോൻ. മതി ഇത്തിരി പുറത്ത് ആരും കാണാനൊന്നുമില്ല. എന്തിന്റെ ഹായ് തീരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. ജീവനാണ് നഷ്ടംപടി, ജീവിക്കണം നഷ്ടംപടി. അതെ ഇപ്പൊ കാണിച്ചോളാം. മറ്റേ മീൻ വരുന്നു. വാ അങ്ങോട്ട് ഞങ്ങൾ പഠിച്ച ആ സ്കൂള് കാണിച്ചു തരാം ആദ്യം. ചേട്ടാ ഒന്ന് മാറോ, നോക്കും. എന്ത് ചേട്ടോ ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ? ചേട്ടോ ആയിഷേട്ടോ നോക്കേട്ടോ. നമുക്കിനി അവിടെ ചൂണ്ടയിടുന്ന പിള്ളേരെ കാണിച്ചത്. ചൂണ്ടയിടുന്നത് ഇങ്ങനെ ആദ്യം വടിയെടുക്കുക, ചൂണ്ടയിടുക. അപ്പോൾ അവിടെ ചൂണ്ടയിടുകയാണ്. നമ്മുടെ ഇഷ്ടംപൊടി കായലാണ്. വള്ളത്തിരുന്ന അതാണ് സോളമൻ ചേട്ടൻ. സോളമൻ ചേട്ടാ നല്ല ഇവിടെ ഫിഷിങ് ഓണാണ്. മീനെ കാണിച്ചു കൊടുക്കാണ്ട് ഒരേപ്പയും. ഇനി നമ്മൾ സാഹസികമായ വഴി കൂടിയാണ് സഞ്ചരിക്കേണ്ടത്. കുനിഞ്ഞിരിക്കണം, സോറി കുനിഞ്ഞു പോകണം. ഇത്തിരി ഉറക്കം പറയണേ. നമ്മൾ പിന്നെ ബഡ്ജറ്റ് ആയതുകൊണ്ട് മൈക്കൊന്നും ഇല്ല ഗൈസ്. ഞങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീഡിയോ ഒക്കെ എടുക്കും. ഞങ്ങൾക്ക് അധികം കാശൊന്നുമില്ല. ഞങ്ങൾ ഞായറാഴ്ച ഇറങ്ങുമ്പോൾ ഒരു വീഡിയോ എടുക്കും. ഇത് കാണാൻ ആരും ഇല്ലെങ്കിൽ ഞങ്ങൾ നാലുപേരും കാണും. ഞങ്ങൾ കമൻറ്റ് കൊടുക്കും അല്ലേ? അത് തന്നെ. ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു. മേലോട്ട് കാണിച്ചാൽ കാക്ക കുഞ്ഞി തത്തമ്മേ ഇവിടെ കാക്കയില്ല. വയ്യ കടൽ കാക്ക അങ്ങനെ കാക്കി പൊട്ടിച്ച് എങ്ങനെ ചോദിക്കും. പീച്ചറോ അല്ല ഫാമിലി ആയിട്ടൊന്നും ഇല്ല. നമ്മളെ കുറച്ച് ഉറക്കെ പറയണേ, കേൾക്കാൻ പറ്റൂല. ഫാമിലി ആയിട്ട് ചൂണ്ടിറങ്ങി ടീംസാണ്. കൊല്ലത്ത് വീടാൻ ഇതൊക്കെയാണ്. പിന്നെ കൊല്ലംകാരി എപ്പോഴും ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നത്തിനും പോവാത്തത് കൊണ്ടും ഞങ്ങൾ സമാധാനത്തിൽ നടക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അല്ല കുഞ്ഞിന് അതാ കൈയെങ്കിലും എൻ്റെ കൈ പിന്നെ ഞങ്ങളെ കൊല്ലംകാര് പ്രശ്നക്കാരില്ലാത്തത് കൊണ്ടും പിന്നെ ഞങ്ങൾ പാവം പിടിച്ച ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ കാണട്ടെ പയ്യൊക്കെ ജീവിച്ചു പോകും അല്ലേ? ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്. ടീച്ചറേ പ്രിൻസിപ്പാളാട്ടോ. എൻ്റെ വെക്കേഷനൊക്കെ അതിൻ്റെ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് കാണിച്ചോളൂ. എനിക്കൊരു ബ്ലോഗറാവണം. എൻ്റെ കൈ കറക്റ്റായിട്ട് എനിക്ക് എന്നെയായിരിക്കും ട്രോളിങ്. ഇതാണിപ്പോൾ ക്യാമറമാൻ. ഹായ് കൊടു. ഹായ് എന്താന്നില്ലെങ്കിൽ ഞാൻ ഹായ് തരും. ഹായ്. ഇത് ഗൗതം വാസുദേവൻ. ഇതാണ് നമ്മുടെ സ്കൂൾ. ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്. മാമോ ഹായ്. ഒറ്റ മൈൻഡ്. ഇതാണ് സ്കൂൾ, ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് പുതിയകാവ് സെൻട്രൽ സ്കൂൾ, കൊല്ലം അഞ്ചാലുംമൂടി PO കടവൂർ. അതെൻ്റെ വീടാണ്. ഇനി ഇടി വീട്ടിൽ വരും. അതാ അന്നേരം എല്ലാം വായിച്ചാൽ ഒന്നും പറഞ്ഞില്ല. അത് വായിക്കാം. പിന്നെ ഗൈസ് നമ്മുടെ ഒരു നാച്ചുറൽ വീഡിയോ ആണ്. അതെ, വലിയ എഡിറ്റിംഗ് ഇല്ല, കാര്യങ്ങളില്ല. ചെയ്യാനൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവിടെ മീൻ ചൂണ്ടിടുന്ന മാമന്മാരുടെ ചോദിക്കും ബാക്കി. ഞങ്ങളെ കൊല്ലത്ത് ചൂണ്ടിടുന്ന മാമന്മാരാണ്. ഉണ്ട് ഒരപ്പം മേടിച്ചു ഒക്കെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും അടിക്കത്തില്ല. നിങ്ങൾക്കറിയാമോ ഇല്ല വണ്ടിയാണ് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചത് കേരളത്തിൽ? വണ്ടിയല്ല, ബസ്. കണ്ടക്ടർ ഞാനവിടെ ടിൻറ്റിനടിക്കുന്നത്. എന്നാലും ആ വണ്ടി പോത്തുള്ളൂ. വാരി അടി ചെളി, വാരി അടി. അപ്പൊ പോകുന്ന പട്ടിയുടെ പട്ടി കരഞ്ഞ ഉത്തരവാദി ആരാളാ? നീ ആണോളാ? ഭയങ്കര ചൂടല്ലേ ഇപ്പം? ആളിയാ വേനൽക്കാരെ വേണ്ട, വെള്ളമൊക്കെ കുടിക്കാൻ കേട്ടാ. അതാ നീ ഇരിക്കുന്നത്. നമ്മുടെ സൗണ്ടൊന്നുമില്ല. സൗണ്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഒരു ചാലഞ്ചാണ്. നമ്മുടെ ചാലഞ്ച് എന്ന് വെച്ചാൽ വേപ്പല തീറ്റി. ആദ്യം നമ്മുടെ ഗൗതം ഇത്രയും വേപ്പല ഫസ്റ്റ് ഗൗതം കഴിച്ചു കഴിഞ്ഞാൽ ഗൗതമിന് ഒരു കുഴിമന്തി തന്നെ, ഒരു ക്വാർട്ടർ കുഴിമന്തി തന്നെ വാങ്ങിച്ചു കൊടുക്കും. അതാണ് നമ്മള്
ഇങ്ങോട്ട് തരി. ഗൗതം കഴിക്കുകയാണ്. കഴിച്ച് ചവച്ചിറക്കണം. വാങ്ങിച്ചു എന്റെ ഗൂഗിൾ പേ ബാലൻസ് ആണ്. ഗൂഗിൾ പേ ബാലൻസ് വാങ്ങിച്ചു കൊടുക്കുക. കഴി ചവച്ചിറങ്ങി. നീ ഇറക്ക്. വായി കാണിച്ചത് എൻ്റെ ജി പേ ബാലൻസ് കണ്ടോ. ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, അതൊന്നും കാര്യമാക്കണ്ട. പക്ഷെ കാശൊക്കെ അൺലിമിറ്റഡ്. ആ ഓ ചെറുക്കം മുന്നേറുകയാണ്. എന്തുവാടാ ചാലഞ്ച് ഫെയിൽ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതങ്ങോട്ട് പിച്ചണം. ഇതാ കാണാൻ പറ്റുന്നുണ്ടാ? ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം. ഇതുണ്ടാ ഏതൊക്കെ കാക്ക തൂറിയിട്ടത് ആരൊക്കെ തുപ്പിയതോന്നറിയോ ഗൈസ്? വെള്ളം വാങ്ങിച്ചാ കഴപ്പൊക്കെ തീർന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ. ഞാൻ തിന്ന്. അവൻ തിന്നാണ് തറ കിടക്കുന്നത്. മാവലൊക്കെ ഞാൻ തിന്നു. ഗൈസ് വിചാരിച്ച കണക്കൊന്നുമല്ല, ഞാനൊക്കെ പാടാ. അതുകൊണ്ട് ഗൗതം ഒന്നും കൂടെ തിന്ന് കാണിക്കും. ഗൗതം തിന്ന് ഞാൻ അതിന്റെ അപ്പുറം ഞാനും തിന്നു ഗൈസ്. യെസ്. ഗൗതം ഈ വട്ടം കുറച്ചേ കൊടുക്കുന്നവള്, അല്ല ഇത് കൂടുതലാ. അതുകൊണ്ട് ഈ വട്ടം കുറച്ചേ കൊടുക്കുന്നവള്. നീ കുറച്ചൊന്ന് ക്ലോസ് അപ്പിക്കാനായിട്ട് രണ്ടല്ല കറിവേപ്പില വായി വെച്ച് കൊടുക്കാം. അപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കല്യാണമോ? പാവം പിടിച്ചോണ്ടിട്ട് കാണിക്കുന്നുണ്ട്. ഇല്ല, അവന് തിന്നാൻ കഴിയില്ല ഗൈസ്, കാരണം അവൻ ഗേ ആണ്. അവൻ ഗേ അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി അവന് ഞാൻ ഒരു ചാൻസ് കൂടെ കൊടുക്കാം. കസ്റ്റമർ കെയർ വിളിക്കുമ്പോൾ അവനെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് തീറ്റിക്കാം. എനിക്കറിയാം നിങ്ങളെ മനസ്സിൽ തീറ്റിക്കണം. അപ്പം ഗൈസ് ഈ വെയിറ്റിംഗ് ടൈം ലാപ്പ് കാണിക്കാൻ നമുക്ക് വയ്യ, അതുകൊണ്ട് ഞങ്ങൾ നിർത്താൻ പോയാണ്. 2000 years later. ഇത്രയും തീറ്റിക്കാനെ കൊണ്ട് 1.5 മണിക്കൂറായി ഞങ്ങളുടെ പോസ്റ്റ് ചെയ്യുന്നിട്ട്. അവിടെ നിന്ന് വരുന്ന ഒരു ഏട്ടല്ല ചേച്ചി വിളിച്ചിട്ട് പോയി നിൽക്കുന്നു. കണ്ടാ അങ്ങനെ തീറ്റിക്കാൻ കൊണ്ടൊന്ന് കാണാൻ നോക്ക്. കുറച്ചേ ഉള്ളു, വളരെ കുറച്ച്. എന്തുവാ ഗൈസ് ഇത് മൊത്തം കാൽസ്യം, കാർബൺ ഡൈ ഓക്സൈഡ്, ഇലക്ട്രീഷ്യൻ, മാഗ്നീഷ്യം എല്ലാം, അച്ചാറ് എല്ലാം, പ്രോട്ടീൻ, എനർജി എല്ലാം ഉള്ള സാധനമാണ്. നാച്ചുറൽ. ഇവൻ ഗ്യാസൊക്കെ പോകാനും ഗൗതം വളിയൊക്കെ വിടും. എല്ലാം ചെറുക്കനെ കൊടുക്കുന്നു. അത്രേ ഉള്ളു. ഹലോ ഗൈസ്, ഞങ്ങളുടെ ചെറുക്കൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇത്രയും തിന്നില്ലേലും ഇത്രയും ഇതിനേക്കാൾ കൂടുതലും കഴിക്കും ഗൈസ്. ഇത്രേ ഉള്ളൂ, അത്ര കുറച്ചേ ഉള്ളു ഗൈസ്. അത് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കാണാം ഇപ്പം. അങ്ങനെ ഹലോ ഗൈസ്, ഇവനത് കഴിച്ച് വാള് വെച്ച് മുട്ടി ഇവിടെ ഇരുന്ന്. അതുകൊണ്ട് നമ്മൾ ഗൗതമന്റെ ചലഞ്ച് നിർത്തിയിട്ടില്ല. അപ്പോൾ അതാണ്ട് പിച്ചുന്ന സാധനം കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉള്ള ഇല മാത്രമേ ഞങ്ങൾ വിറ്റാറുള്ളൂ. ഇലയുടെ ക്വാളിറ്റി ആ ഇപ്പോഴൊന്നും കയറാത്ത ഫ്രഷ് ഇല. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഗൗതം കാണിക്കൂ. ഇങ്ങോട്ട് കഴിക്കുന്നത് എന്നുള്ളതിൽ സത്യസന്ധമായ കാര്യങ്ങൾ. ക്യാമറയിലോട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ കാര്യം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
സത്യസന്ധ അവൻ തിന്നേ ആയിഷനെ കാണിച്ചു തരാം. അവൻ എങ്ങനെ ക്യാമറയ്ക്കകത്തൊന്നും വരത്തില്ല, ഇത്തിരി ഷൈ ആണ് ഗൈസ്. അവൻ പാവമാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വ്ലോഗ് എടുക്കാൻ അറ്റംപ്റ്റ് ചെയ്തു, ബട്ട് അവൻ അതിനകത്തുണ്ടായിരുന്നു. ബട്ട് അത് പോസ്റ്റ് ചെയ്യണോ വേണ്ടത് നമ്മളിങ്ങനെ പറയട്ടെ. എന്റെ ഫേക്ക് ജിമെയിൽ ഞാൻ മെസ്സേജ് ഞാൻ തന്നെ മെസ്സേജ് ഞങ്ങൾ എന്നെ വീഡിയോ ആയിഷ എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിഷിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ നിർബന്ധം മൂലം ഞങ്ങൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഇടും. അതാണ്. പിന്നെ ഗെറ്റ് റെഡി വിത്ത് ഗൗതം, ഫുഡ് ചലഞ്ച് വിത്ത് പ്രേംലാൽ, കൊല്ലത്ത് ഏറ്റവും നല്ല കുഴിമന്തി കിട്ടുന്ന സ്ഥലത്തോട്ടൊക്കെ നിങ്ങൾ ട്രാവൽ നിങ്ങൾ ആശയിച്ചു തരണം. സ്ഥലമൊക്കെ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ ഒരു എപ്പിക് ഫ്രണ്ട് ഉണ്ട്, അത് പ്രണവാണ്. പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയി. എടാ എന്നെ കൂടെ നോക്കണേ, വെള്ളത്തിൽ പോയാൽ കോമഡി ആയിരിക്കും കേട്ടോ ഫോണുമായിട്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചില്ല. അന്ന് ഗൈസ് നമ്മളെ കഷ്ടപ്പാടുണ്ടോ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് പഞ്ചാരപ്പഴം. അതുകൊണ്ട് പഴുത്ത് പിടിച്ച് പഴുത്ത പഞ്ചാരപ്പഴം. എന്തുവാണ് ഇത്? ചീത്ത പഞ്ചാരപ്പഴം അത്. ഫ്രണ്ട് ക്യാമറ കാണിച്ചു എല്ലാവരുടെയും യൂട്യൂബ് ചാനലിന് വേണ്ടി, നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു മുഖം ആറ്റിറ്റ്യൂഡ് സിംഗോ പ്രണവണ്ണ മുഖം പൊക്കണ്ണ ആറ്റിറ്റ്യൂഡാണ് ഇവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാ ഉണ്ട് പ്രണവ് മോഹൻലാൽ. പ്രണവരാ ഗേ അല്ലെങ്കിൽ നോക്ക് പിന്നെ ഒന്ന് ഒരു കാര്യം കാണിച്ചു തരാം ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, തീട്ടത്തിൽ കിടക്കുന്ന കുപ്പി. സെലിബ്രിറ്റിയാണ് കണ്ടു. ഇവിടെ മൊത്തം ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ നോക്കെടുക്കുന്ന ആർക്കും അറിയത്തില്ല. ഞങ്ങൾ പയ്യെ അങ്ങ് പോവുകയാണ്. വാ ഓർഡ പോലീസുകാരാന്ന് പോലും. യെസ് മെൽബറി. വീഡിയോ എടുക്കുന്നു കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് കണ്ടൽക്കാടിൻ്റെ അകത്തോട്ട് കയറാൻ പോയി കഴിഞ്ഞു. ഇവിടുത്തെ അഡ്വഞ്ചർ എക്സ്ക്ലൂസീവ്. നമ്മളിനി ഇവിടുന്ന് ഒരു ജമ്പുണ്ട്. നമ്മുടെ അമല് ജമ്പ് കിട്ടിയില്ലടാ, ഒന്നുകൂടെ ചാടി, ഇത്തിരി പൊറോട്ട് വിട്ട്. ക്യാമറ കുറച്ച് നേരത്തേക്ക് സ്ട്രൈറ്റ് ആയിരിക്കും ഗൈസ്. സ്ട്രൈറ്റ് വേണ്ട, അപ്പോൾ നമ്മൾ വീണ്ടും റൊട്ടേറ്റ്. എന്നാ വീണ്ടും സ്ട്രൈറ്റ്. വീണ്ടും ക്യാമറ നമ്മൾ ലാൻഡ്സ്കേപ്പിലോട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ ചേച്ചി ചാടുന്നത് കാണിക്കും. നില്ലേച്ചി ഞാൻ പുറോട്ട് വിട്ടു. ചേച്ചി റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ഗൈസ് ചേച്ചി ചാടുന്ന കാണും. ചെറുതായിട്ടൊന്ന് ഫോക്കസ് ഔട്ട് ആയിട്ടുണ്ട് ഗൈസ്. പക്ഷെ പ്രശ്നം അടുത്ത ഞാൻ ചാടാം. ഞാൻ പറഞ്ഞില്ല ഗൈസ്, അതിൻ്റെ ഒരു ചേച്ചിയാണ്. ഓക്കെ, ഇനി ഫ്രണ്ട് ക്യാമറ വ്യൂ കാണിച്ചു.
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് എക്സ്ക്ലൂസീവായി ഞങ്ങൾ പറയുന്നില്ല, കാരണം അതിൻ്റെ ബാക്കിൽ ഞങ്ങൾക്ക് ഒത്തിരി പ്രോബ്ലം ഫേസ് ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് ഇവിടെയാണ് ലഹരി മാഫിയ ക്യാമ്പ് ചെയ്യുന്ന പാകിസ്ഥാൻകാരൊക്കെ ക്യാമ്പ് MDMA കാണുന്ന സ്ഥലം. സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഇവിടുത്തെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പൊന്നുണ്ടമാർ അത് ജയിലില്ലേ, ചുമ്മാ കണ്ടിട്ട് വേണ്ടി എടുത്തത് ഒന്ന് ജയിലില്ലേ, കൊല്ലരുത്, പാവം പിടിച്ചവന്മാരാണ്. ഇതിനകത്തൊരു MDMA ഉണ്ടെന്നാണ് പറയുന്നത്. ഗൈസ് ഈ പൊട്ടന് MDMA എന്താന്ന് പോലും അറിഞ്ഞൂടാ, ജെയിംസ് മുട്ട എന്നാ പറയുന്നത്. ഇതുകൊണ്ട് ഗൈസ് നമ്മുടെ കേരളത്തിൽ വംശനാശന ഭീഷണി ഏർപ്പെടുന്ന കണ്ടൽക്കാട്. ഇത് നാച്ചുറലായി ഞങ്ങൾ കണ്ടൽക്കാട് എന്ന് പറയും. അപ്പൊ ഗൈസ് ഒന്നുമില്ല, ചെറുതായിട്ട് ഫോണിൽ നിന്ന് തറയിൽ പോയി, ചെറിയൊന്ന് പൊട്ടി, അത്രേ ഉള്ളൂ. ഡിസ്പ്ലേ പൊട്ടി, അത്രേ ഉള്ളൂ. നോക്കുക, എന്റെ ഫോൺ മാറി തരണം ഇനി. പൊട്ടി നോക്കുക ഗൈസ്, നിങ്ങൾ തന്നെ നോക്കുക ഗൈസ്. നോക്കിക്കോണേ, സൂക്ഷിച്ച് നോക്കണേ, നോക്കണേ. എന്തോ സൂക്ഷിച്ച് നോക്കുന്ന, എന്തോ ഒന്നുമില്ല. നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടൽക്കാട്. ഓക്കെ, നമ്മളുടെ ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇതിലെ പാതിയും കളഞ്ഞത് മൂത്രം ഒഴിച്ചിട്ടാണ്. ഈ ഇവിടെ നിന്ന് ഇവിടം വരെ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു, ഇത് അവിടം വരെ, അതുവരെ മൂത്രം ഒഴിച്ചിട്ടാണ് കളഞ്ഞത്. ലുക്ക് ഹിം. ഇനി അപ്പോൾ ഗൈസ് ഇനി പാമ്പ് പിടിച്ചോ മൂത്രം ഒഴിക്കട്ടെ, നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം. പിന്നെ ബൈ. അപ്പോൾ ഗൈസ് അവൻ മൂത്രം ഒഴിച്ച് കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് സ്ഥലം കിട്ടിയിരിക്കുന്നു. മൂത്രം ഒഴിച്ച് അപ്പം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ക്ലാപ്പടി, എന്തെങ്കിലും ക്ലാപ്പടി അടിതാ. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് വീഡിയോ എടുക്കുന്ന വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടി മെൻഷൻ ചെയ്യണം. മെൻഷൻ ചെയ്യണ്ട, ചെയ്യണമെന്നല്ല, ചെയ്യണ്ട, നമ്മൾ തന്നെ എഡിറ്റ് പോലും ചെയ്യാൻ പോകുന്നില്ല. അത് നമ്മതാ, ഒരു മിക്സും ഇല്ല, ഒരു ഒന്നുമില്ല. എഡിറ്റർ നമ്മുടെ വീഡിയോ നമ്മുടെ ബാലേന്ദ്രൻ എഡിറ്റർ ഗൗതമിന് ഒരു നമസ്കാരം. സ്വന്തമായിട്ട് നമസ്കാരം. അപ്പോൾ കാഴ്ച ഞങ്ങളെ ഇതുപോലത്തുള്ള വീഡിയോ ഒക്കെ ഇനിയും വരുന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വീണ്ടും കാണുക. നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്നും പറയുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ കാണത്തില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഞങ്ങൾ ചുമ്മാ ഞങ്ങൾ തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ പറയും. സബ്സ്ക്രൈബ് ചെയ്യണേ, ഫേസ് കഷ്ടമായിട്ട് കാലം. ടാറ്റാ, ബൈ. വെച്ചിട്ട് പോകാൻ മതി.